അട്രാക്ട് ചെയ്യുന്ന രീതിയിലേക്കാണോ നിങ്ങൾ ഇങ്ങനെ റാക്കുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്? നമ്മൾ വില കുറച്ചിരുന്ന സാധനങ്ങൾ വിറ്റ് പോകുന്നത്, എളുപ്പത്തിൽ വിറ്റ് പോകുന്നത് കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടി ഏറ്റവും ഫ്രണ്ടിലായിട്ട് നമ്മൾ വെച്ചു ഡിസ്പ്ലേ ചെയ്ത് വെക്കും. അപ്പൊ വില കുറവ്, ഇപ്പൊ വെളിച്ചെണ്ണ നമ്മൾ വില കുറയ്ക്കുകയാണെങ്കിൽ വില കുറച്ചെന്ന് പറഞ്ഞ് എഴുതി വെക്കലും ഡിസ്പ്ലേ ചെയ്യുകയാണെങ്കിൽ കുറെ അധികം വെക്കുകയാണെങ്കിൽ ആൾക്കാർ പെട്ടെന്ന് ഇവിടെ എടുത്തു പോകും. അല്ലാത്ത സാധനങ്ങൾ നമ്മൾ റാക്കിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. നമുക്ക് വളരെ സ്ലോ ആയിട്ട് പോണ ഐറ്റംസ് ആണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുക. ഫാസ്റ്റ് ആയിട്ട് പോകുന്ന സാധനങ്ങൾ ചെയ്യും നമ്മൾ. അത് ഓഫർ ടൈമിലുണ്ട്. അല്ലാത്ത സമയത്ത് നമ്മൾ റാക്കിൽ മാത്രമേ എഴുതി വെക്കുള്ളൂ, ഫ്രണ്ടിൽ വെക്കില്ല. അല്ലാത്ത സമയങ്ങളിലെല്ലാം നമ്മൾ റാക്കിലും 2 സ്ഥലത്തും വെക്കും. ഓഫർ ടൈമിൽ നമ്മൾ ഫ്രണ്ടിലായിട്ട് കൂടുതൽ അട്രാക്ഷൻ കിട്ടാൻ വേണ്ടി വെക്കും. അങ്ങനെ പുതിയ ബ്രാൻഡുകളൊക്കെ വരില്ലേ, അപ്പൊ അവർക്ക് ഇന്ന റാക്ക് വേണം എന്നൊക്കെ പറയില്ലേ, ഫ്രണ്ടിൽ തന്നെ ഒരു റാക്ക് വേണം എന്ന് പറയും. പക്ഷെ നമുക്ക് റെന്റ് കാര്യങ്ങളെല്ലാം കിട്ടുകയാണെങ്കിൽ നമ്മൾ അനുവദിക്കും. അങ്ങനെ റെന്റ് നമ്മൾ ചോദിക്കാറുണ്ടല്ലേ, ഇത്ര എമൗണ്ട് പറയാറുണ്ട്. റാക്ക് നമ്മുടെ റാക്ക് എന്ന് വെച്ചാൽ ഒരു അടി സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ റെന്റ് ആണ്. അത് കംഫർട്ടായിട്ട് നമുക്ക് തരുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ കൊടുക്കും. അപ്പൊ 90% ആൾക്കാർ തരില്ല, 10% ആൾക്കാർ തരുള്ളൂ. അഡ്വാൻസ് ആയിട്ട് വാങ്ങോ? അഡ്വാൻസ് ആയിട്ടില്ല, നമുക്ക് അവരുടെ ബില്ല് കൊടുക്കുമ്പോ ആ പേയ്മെന്റ് പിടിച്ചിട്ട് കൊടുക്കുള്ളൂ. ഇനി എന്തെങ്കിലും ചോദിക്കുന്നു? ഇപ്പൊ റീറ്റെയിൽ, ഇപ്പൊ ഇവിടെ കുറെ കടകളില്ല, അപ്പൊ ആ റീറ്റെയിൽ മാർക്കറ്റിന് കോമ്പറ്റീറ്റേഴ്സ് അല്ലേ നിങ്ങൾക്ക് മൊത്തം? അതിനൊക്കെ അപ്പൊ ഇങ്ങനെ കസ്റ്റമേഴ്സിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യിപ്പിക്കണേ. നമ്മള് നോട്ടീസും പബ്ലിസിറ്റി കൊടുക്കും. പിന്നെ നമ്മുടെ നിങ്ങളിവിടെ വരാതാറുണ്ട് ഈ വാട്സാപ്പ് മെസ്സേജുകള്, ഓൺലൈനിൽ മാസത്തിന്റെ ആദ്യത്തിലെ ഓഫർ ഉണ്ട്. അപ്പൊ നമ്മൾ അത് കൊടുക്കുമ്പോ ആൾക്കാർ വരും. പിന്നെ അവര് പർച്ചേസിന് വരും, നമ്മളല്ല പർച്ചേസ്, റീറ്റെയിലർ പർച്ചേസിന് വരും. നമ്മൾ ബൾക്ക് പർച്ചേസ് ചെയ്യണം. ഇപ്പൊ നമ്മൾ തന്നെ പിടിപ്പ് നെയ്യ് 1.5 ലക്ഷം രൂപ നെയ്യ് എടുക്കണം ഞങ്ങള്. അത് അവരെടുക്കുമ്പോ ആ 10,000 എടുത്തപ്പോ നമുക്ക് അതിന്റെ പെർസെന്റേജ് അനുസരിച്ച് നമ്മൾ അത് കുറച്ച് കൊടുക്കും. അത് അവർക്ക് കൊടുക്കാൻ പറ്റില്ല, ഇവിടെ നിന്ന് കടക്കാർ മേടിച്ചോണ്ട് കൊടുക്കണം. നമ്മളിപ്പോ ഒരു ഡ്രസ്സ് എടുക്കുന്ന 4 ഡ്രസ്സ് എടുക്കുന്ന നമ്മൾ വ്യത്യാസമല്ലേ. അപ്പൊ നമ്മൾ എന്തിനു ചോദിക്കുക, അങ്ങനെ കുറച്ചായിട്ട് നോക്കില്ലേ. അത് സൂപ്പർ മാർക്കറ്റ് മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റാണ്, മാർജിൻ ഫ്രീ ആയിരിക്കും. അപ്പൊ നമുക്ക് 100 രൂപയ്ക്ക് വേണമെങ്കിൽ സാധനം നമുക്ക് 90 രൂപയ്ക്ക് കിട്ടണമെങ്കിൽ നമ്മളത് 92 രൂപയ്ക്ക് വിട്ടിട്ട് 8 രൂപ കസ്റ്റമേഴ്സിന് ലാഭം കൊടുക്കും. അങ്ങനെ ചെയ്താലാണ് കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആകർഷിക്കാൻ പറ്റില്ലല്ലോ. വില കൂടുതൽ 100 രൂപയുടെ സാധനം 98 രൂപയാണ് നിങ്ങൾ മേടിക്കും. ഈ പ്രോഡക്റ്റ് പറയുമ്പോൾ നമ്മളറിയാത്ത പ്രോഡക്റ്റ്, ഞാനാണ് ആദ്യം അറിയാം പ്രോഡക്റ്റിനെ കുറിച്ച്. അത് വാല്യുബിൾ ആണോ, നമുക്ക് വിറ്റ് പോകുന്നതാണോ എന്നൊക്കെ നിശ്ചയിക്കുന്നത്. ഇവിടെ ഓർഡർ പർച്ചേസിനും ഓർഡർ കൺഫർമേഷനും 2 ആളുണ്ട്. ഓർഡർ പർച്ചേസ് ഒരാള്, ഓർഡർ കൺഫർമേഷൻ ഞാൻ ഫ്ലോർ ചാർജ് ഉള്ള ആളാണ്. ഓർഡർ പർച്ചേസ് എന്ന് പറയുമ്പോൾ അത് വേണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കുന്നത്. ഒരു ക്രീം വരികയാണെങ്കിൽ നമുക്കിപ്പോ ഞാൻ ഉദാഹരണം പറഞ്ഞു, നിങ്ങളുടെ ലേഡീസ് ആണല്ലോ, ഇവിടെ ഒരു പാഡ് ഒന്നുണ്ട്, ഇവിടെ ഒരു പാഡ് ഉണ്ട്. ആ പാഡ് വളരെ കംഫർട്ടബിൾ ആണ്. എന്റെ പേര് കോളിംഗ് എന്ന് പറഞ്ഞ പാഡ്. നിങ്ങൾ മറ്റുള്ള പാഡിനേക്കാളും കാശ് കൂടുതലാണ്. പക്ഷെ അതില് ടോക്സിന്റെയോ അതിന്റെ ഒന്നും നിങ്ങൾക്ക് അലർജിക്കായിട്ട് ഒന്നും വരില്ല എന്ന് പറയാം. അത് ആ പ്രോഡക്റ്റ് കണ്ട് എന്നെ ബോധിപ്പിച്ചതിന് ശേഷം മേടിച്ച സാധനം. അത് വില കൂടുതലാണെന്ന് എനിക്കറിയാം, പക്ഷെ അതിനിപ്പോഴും കസ്റ്റമേഴ്സ്, ജെന്യൂൻ കസ്റ്റമേഴ്സ് ഉണ്ട്. നല്ലതാണ് ഉപയോഗിക്കുന്നത്. സ്ത്രീകൾക്ക് എല്ലാവർക്കും, ഞാൻ എന്റെ മകൾക്കും എന്റെ വൈഫിനൊക്കെ ആദ്യം വാങ്ങിച്ചത്. കാരണം അതിന്റെ ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നും വരില്ല. മറ്റുള്ളവർക്ക് പരസ്യം മാത്രമേ ഉള്ളൂ. ഈ വെള്ളം അത് തുറന്നു വെച്ചിട്ട് വെള്ളം ഒഴിച്ചാൽ അതിൽ വെള്ളം വലിച്ചെടുക്കും, മറ്റേല്ലെങ്കിൽ വെള്ളത്തിന് ഡ്രൈ ഉണ്ടാവും, ഇതിലൊട്ടും ഉണ്ടാവില്ല. അതന്നെ വഴി പോകാം. പിന്നെ അപ്പൊ നമ്മള് അതൊക്കെ സ്റ്റാഫിനെ നമ്മൾ ബോധിപ്പിക്കും. ഇന്നമാതിരി പറയണം, ഇന്നമാതിരിയാണ് നമ്മളത് അവർക്ക് ഒരു അഡ്വൈസ് കൊടുക്കും. അതനുസരിച്ച് ചെയ്യും. അത്രേ ഉള്ളൂ. Any more question? എൻ്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് സ്റ്റോക്ക് എൻട്രി ക്വാണ്ടിറ്റി വരുന്ന വില, കോസ്റ്റ് അതെല്ലാം സെറ്റ് ചെയ്യണം. ടാക്സ് റേറ്റിംഗ് കണ്ടിട്ട് ഫീൽ ചെയ്യുക, ഇതെല്ലാം ചെക്ക് ചെയ്യണം.